ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ജാനുവരി 2025 മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഞാൻ പ്രൊസീഡ് ചെയ്യണ മുമ്പേ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാനുണ്ടായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോസ്പെറസ് ആവട്ടെ, ഹെൽത്തി ആവട്ടെ ആൻഡ് ഹാപ്പിനെസ് കൊണ്ടുവരട്ടെ. അപ്പോൾ പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ചില പാർട്സ് ഓഫ് മെസ്സേജസ്, ചില മെസ്സേജസിൻ്റെ ചില പാർട്സ് നിങ്ങൾക്ക് ചിലപ്പോൾ റെസൊനേറ്റ് ആവും ഇല്ല, പിന്നെ ചിലത് റെസൊനേറ്റ് ആവില്ല, അങ്ങനെയും ആവാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത ലെറ്റ് ഗോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ഔട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ ആൻഡ് ലൈക്ക് ചെയ്യുക വീഡിയോസിനെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ എന്താ മെസ്സേജസ് നിങ്ങൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ജാനുവരി ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി 3 നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റിൽ 9 ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി ജാനുവരിക്ക് വേണ്ടിയിട്ട് 10 ഓഫ് കപ്സ്. ഫ്യൂച്ചർ എനർജി എംപ്രസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ അഡ്വൈസ്. കിങ് ഓഫ് കപ്സ്, നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. നൈറ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം, ജാനുവരി മാസത്തിൻ്റെ ഔട്ട്കമാണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഏരീസ്, ഞാനിവിടെ കാണുന്നത് ഓവറോൾ എനർജി നിങ്ങളുടെ മൂന്നാണ്. ഓക്കെ, അപ്പോൾ മൂൺ ക്യാൻസർ പൈസീസ് എനർജിയാണ്. പക്ഷെ ഇത് ഇമോഷൻസിൻ്റെ എനർജിയാണ്. ഇത് ഒരു ഫിയർ ആൻഡ് ആങ്സൈറ്റിയുടെ എനർജിയും കൂടിയാണ്. ഇത് സീക്രറ്റ്സിൻ്റെ എനർജിയാണ്, ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. ഇതൊരു ഫെമിനിൻ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്യാൻസർ പൈസീസ് ഈ മാസം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ 3 എന്താണ് ഇവിടെ? 3 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 3 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ് ആൻഡ് മൂൺ ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ആവും ഈ മാസം. ഓക്കെ, എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ റിഗാർഡിങ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വെച്ചാൽ എന്തോ നിങ്ങൾ അറിയാത്ത കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്, റിവീൽ ആവാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 9 ഓഫ് വാൻഡ്സ് ആണ്. 9 ഓഫ് വാൻഡ്സ് ഒരു ഡിഫെൻസീവ് എനർജിയാണ്, ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കുറേ പ്രാവശ്യം ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിൽ, കരിയറിൽ. ആ ഹേർട്ടൊക്കെ എപ്പോഴും, ആ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എപ്പോഴും നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഒരു പേടി വന്നിരിക്കണോ നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ പാടില്ല എന്ന്, അങ്ങനത്തെ ഒരു കുറേ പ്രൊട്ടക്റ്റീവ് എനർജിയിലാണ് നിങ്ങൾ പാസ്റ്റിൽ. ഇതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ 9 ഓഫ് വാൻഡ്സ്, 8 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു സ്റ്റാഗ്നൻസിയും ഫീൽ ചെയ്തിരുന്നു. അതെന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ
കുറെ ഞാൻ പറഞ്ഞ മാതിരി ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേടി വന്നു, അത് എന്തെങ്കിലും ഞാനൊരു റിസ്ക് എടുത്താൽ ഇല്ല ചാൻസ് എടുത്താൽ അത് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യില്ലാന്ന്. അപ്പോൾ ഒരു സെൻസ് ഓഫ് ലോ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കുറെ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യാണ്ട് തന്നെ ബാക്ക് ഔട്ട് ചെയ്തു, ട്രൈ ചെയ്തിട്ടും വർക്ക്ഔട്ട് ചെയ്യില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങി, ഒരു പേടി വരാൻ തുടങ്ങി. അപ്പോൾ കുറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതന്നെയാണ് ഔട്ട്കം ഉണ്ടാവാൻ പോണെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ ഇപ്പോൾ ട്രൈ ചെയ്യണേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് അഗൈൻ നിങ്ങളുടെ ജനറൽ ലൈഫിലായിരിക്കാം, കരിയറിലാവാം, റിലേഷൻഷിപ്സിലാവാം. പക്ഷെ അങ്ങനെ ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. കറണ്ട് എനർജിയിൽ 10 ഓഫ് കപ്സ് ഉണ്ട്. 10 ഓഫ് കപ്സ് ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. ഈ 10 ഓഫ് കപ്സ് ഇവിടെ എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി? ടവർ. ആൻഡ് ഇവിടെ ഉള്ളത് 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ 10 ഓഫ് കപ്സ്, ടവർ, 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഷോക്കിംഗ് ചേഞ്ചിൻ്റെ എനർജിയാണ്. ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഈ മാസം. 3 ഓഫ് പെൻറ്റിക്കിൾസ് തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. പക്ഷേ ഞാൻ ഒരു എക്സ്ട്രാ കാർഡ് എടുക്കാം ഇതിനെ ക്ലാരിഫൈ ചെയ്യാൻ. ഈ ടവർ എന്താണ് ഇവിടെ? 2 ഓഫ് കപ്സ്. അപ്പോൾ ഈ ചേഞ്ച് എല്ലാവർക്കും ഡിഫറെൻറ്റ് വേസിലായിരിക്കും. ചിലവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പ്, ഒരു അഫെയർ തന്നെ ആവണം എന്നില്ല. തേർഡ് പാർട്ടി ഒരു ഫാമിലി മെമ്പർ ആവാം, ഇല്ലാച്ചാൽ ഫ്രണ്ട്സ് ആവാം, ജോലി ആവാം. പക്ഷെ എന്തായാലും ഈ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പോസിറ്റീവ് ചേഞ്ചും ആവാം. നിങ്ങൾ എസ്പെഷ്യലി സിംഗിൾ ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ എംപ്രസ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പ്രഗ്നൻസിയും ഉണ്ട്. അപ്പോൾ കുറേ സിംഗിൾസിന് ഈ മാസം നല്ല പോസിറ്റീവ് സമയമാണ്. എസ്പെഷ്യലി നിങ്ങൾ ലവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ആൻഡ് ഫ്യൂച്ചറിൽ ഇത് മുമ്പോട്ട് പോകും. ഇവിടെ മാരേജ്, കിഡ്സ്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുട്ടികൾ കാണുന്നുണ്ട്, പ്രഗ്നൻസി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരുന്നു, ഒരു നിങ്ങൾക്ക് ഒരു ബേബിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടായിരുന്നു വെച്ചാൽ അതും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. 3 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ ഫ്യൂച്ചറിൽ. അപ്പോൾ 3 ഓഫ് സോഡ്സ് ആദ്യം ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ പേരൻറ്റ് എനർജിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് വെച്ചാൽ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് ഫ്യൂച്ചറിൽ. പക്ഷേ ആ ഡിസപ്പോയിൻമെൻറ്റിന് നിങ്ങൾ ഹീൽ ചെയ്യണു. ഓക്കെ, നിങ്ങൾ സ്റ്റാർ എനർജി ഹീലിംഗിൻ്റെ എനർജിയാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ റീബിൽഡ് ചെയ്യണു. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ട വെച്ചാൽ ആദ്യം ഒരു ഹീലിംഗ് എനർജി ഞാൻ കണ്ട, നിങ്ങൾ കുറേ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ എനർജീസ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരി മാസത്തിൽ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്താണ് ഈ ഇംബാലൻസ്? എംപറർ ആൻഡ് 9 ഓഫ് സോഡ്സ്. കുറേ സ്ട്രെസ്സും ഞാൻ കാണുന്നുണ്ട്, ഇംബാലൻസ് കാണുന്നുണ്ട്. മേ ബി ഫിനാൻഷ്യൽ ഇംബാലൻസ് ആയിരിക്കാം. മേ ബി നിങ്ങൾ കുറേ കരിയറിൽ ബിസി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം ഒരു ഇഷ്യൂ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് അതും ആവാം. പക്ഷെ അതിൻ്റെ കാരണം ഇവിടെ ഡെഫിനറ്റ്ലി കുറേ സ്ട്രെസ്സും ആങ്സൈറ്റി ഉണ്ട്. നിങ്ങളുടെ അഡ്വൈസ് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് അഡ്വൈസ് എന്താണ് ഇവിടെ? ഇവിടെ ഒരു സ്കോർപ്പിയോ എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാര്യത്തിനോ പാസ്റ്റിൻ്റെ ഇവൻറ്റ്സിൽ എല്ലാം പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ അതിന്ന് റീകണക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കുറേ കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇല്ലച്ചാൽ റിലേഷൻഷിപ്പിൽ കുറേ സമയം അയച്ചാൽ മേ ബി എവിടെയോ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ പാസ്റ്റിൻ്റെ ആ റൊമാൻറ്റിക് മൂമെൻറ്റ്സിനൊക്കെ മറന്നിരിക്കണം.
ആൻഡ് അതാണ് യൂണിവേഴ്സ് പറയുന്നത് റീകണക്ട് ടു യുവർ പാസ്റ്റ് എന്ന് വെച്ചാൽ ആ പാസ്റ്റിലാണ് നിങ്ങൾ മീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്ത് അതിനൊക്കെ ആദ്യം റീവിസിറ്റ് ചെയ്യാൻ പറയാണ് ഈ റീഡിങ്ങിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഡ്വൈസ് ആണ് തരണത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങളുടെ ഡെയിലി ലൈഫ് റൂട്ടീൻ നിങ്ങളുടെ ലവ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഇമോഷണൽ മൊമെന്റ്സിനെ റീവിസിറ്റ് ചെയ്യുക. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ എന്താണ് ആ ഫീലിംഗ് ഉണ്ടായിരുന്നത്, അതിനൊക്കെ ആദ്യം റീവിസിറ്റ് ചെയ്യുക, ഒരു ഡേറ്റിന് പോവുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിൻ്റെ ആ സ്പാർക്ക്, ആ പാഷൻ തിരിച്ചു വരും. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ ഒരു പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ പാസ്റ്റിൽ വർക്കൗട്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു റീകണക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ഈ പേഴ്സൺ നിങ്ങളെ വെരി സൂൺ അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് വോൺസ് ആണ്. ഇത് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്, ട്രാവൽഡ് എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് കുറേ ട്രാവൽ ഉണ്ടാവും. ജാനുവരിയിൽ 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. ഇത് ടെംപ്ടേഷൻസിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യണ കാര്യങ്ങളുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ എനർജിയും ഒരു സ്റ്റേബിൾ എനർജി അല്ല, കുറേ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. ഓക്കെ, ആൻഡ് കുറേ കൺഫ്യൂസ്ഡ് എനർജിയും കൂടിയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവിടെ ഔട്ട്കം ആണ് 10 ഓഫ് സോഡ്സ്. അപ്പോൾ 10 ഓഫ് സോഡ്സ് ഒരു എൻഡിങ് ആണ്, ഒരു കംപ്ലീഷൻ, ഒരു ബിട്രിയൽ ആണ് ആക്ച്വലി 10 ഓഫ് സോഡ്സ്, പക്ഷെ ഒരു എൻഡിങ് ആൻഡ് ഒരു കംപ്ലീഷൻ കൂടിയാണ്. അപ്പോൾ ഈ 10 ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? ദ ഫൂൾ ആൻഡ് പേജ് ഓഫ് പെന്റിക്കിൾസ്. ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഈ എൻഡിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുക്ക ചിലവർക്ക് ഓൾറെഡി നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണു. എനിക്ക് ചില സമയത്ത് മെസ്സേജസ് ഒക്കെ കിട്ടാറുണ്ട്, ഇത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു, ഇത് ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണു 2024. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മാതിരി ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം സമയം അങ്ങനെ മാച്ച് ആവില്ല. ഓക്കെ, ചില കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ മെസ്സേജസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ മേ ബി ഈ റീഡിങ് നെക്സ്റ്റ് റീഡിങ് നോക്കുക. എന്ന് വെച്ചാൽ നെക്സ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾക്ക് ഫർദർ മെസ്സേജസ് ഓർ ഡീറ്റെയിൽസ് കിട്ടും. ഇല്ല വെച്ചാൽ നിങ്ങളുടെ മൂൺ സൈൻ ചെക്കൗട്ട് ചെയ്യുക, വേറെ സൈൻ പ്ലേസ്മെന്റ്സ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ ഈ മാസം. ആൻഡ് ഇത് ഈ മാസം അല്ലാച്ച ചിലവർക്ക് ഇത് നെക്സ്റ്റ് മന്തും ആവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഒറക്കിൾ മൂണോളജി ഡെക്കിൻ്റെ മെസ്സേജ് നമ്മൾക്ക് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മൂണോളജി ഡെക്കിൻ്റെ മെസ്സേജ്? ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. അപ്പോൾ ഈ മാസം ഒരു ഇമോഷണൽ ടൈമാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ചില ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, വലിയ ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി. അതിൻ്റെ കാരണവും ആവാം ഈ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്ന് കാണുന്നത്. അപ്പോൾ ഏരീസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.